ശ്രീലങ്കയ്ക്കെതിരായ 3 മത്സര പരമ്പരയിലെ ആദ്യ ഏകദിന മത്സരത്തിൽ ഇന്ത്യ ഇന്നിറങ്ങും. ഉച്ചയ്ക്ക് 1:30 ഗുവാഹത്തിയിലാണ് മത്സരം. നായകൻ രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ ശ്രീലങ്കയെ നേരിടാൻ ഒരുങ്ങുന്ന ഇന്ത്യയ്ക്ക് T20 പരമ്പരയ്ക്ക് പിന്നാലെ ഏകദിന പരമ്പരയും സ്വന്തമാക്കുകയാണ് ലക്ഷ്യം. അതേസമയം സൂപ്പർ താരം ജസ്പ്രീത് ബുംറ ടീമിൽ ഇല്ലാത്തത് ഇന്ത്യയ്ക്ക് തിരിച്ചടിയാകും. ശരണ്യയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ശരണ്യ, രോഹിത് ശർമ്മ തിരിച്ചെത്തുന്നു എന്നത് തന്നെയാണ് ഇന്നത്തെ മത്സരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തൊക്കെ ഘടകങ്ങളാണ് പ്രധാനമായിട്ടും ഇന്ത്യയ്ക്ക് മുന്നോട്ട് വയ്ക്കുവാനുള്ളത്? ഗീസ് ശ്രീലങ്കയ്ക്കെതിരായ 2020 സ്വന്തമാക്കിയ ഇന്ത്യ ഏകദിന പരമ്പരയും സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ന് ഇറങ്ങുന്നത്. ഗുവാഹത്തിയിൽ 1:30 ഉച്ചയ്ക്ക് മത്സരം നടക്കുന്നത്. ഗുവാഹത്തിയിലെ ട്രാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായും രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗ് ഇറങ്ങുന്നവർക്ക് അനുകൂലമായൊരു ട്രാക്ക് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഉയർന്ന സ്കോർ പ്രതീക്ഷിക്കാവുന്ന തരത്തിലുള്ള ഒരു പിച്ചാണ് ഗുവാഹത്തിയിലേത്. ഇതുവരെ ഗുവാഹത്തിയിൽ 3 2020 പരമ്പരകളും ഒരു ഏകദിനവുമാണ് നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ രോഹിത് ശർമ്മയും KL രാഹുലും മുഹമ്മദ് ഷമിയും വിരാട് കോഹ്ലിയും ഉൾപ്പെടെയുള്ള സീനിയർ താരങ്ങളുടെ തിരിച്ചുവരവ് തന്നെയാണ് ഈ ഒരു മത്സരത്തിലെ ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് വേണമെങ്കിൽ എടുത്തു പറയേണ്ടതുണ്ട്. അതേസമയം ഹർദിക് പാണ്ഡ്യയുടെ 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഹർദിക് പാണ്ഡ്യ ഏകദിനം കളിക്കാനായി ഇറങ്ങുന്നത്. അതുപോലെ തന്നെ എന്നാൽ ഇന്ത്യൻ ബൗളിംഗ് നിരയിലാണ് പ്രധാനമായും ഒരു വെല്ലുവിളി ഉണ്ടാകുന്നത്. ജസ്പ്രീത് ബുംറ പരിക്ക് മാറി ടീമിലേക്ക് തിരിച്ചെത്തിയിരുന്നു. എന്നാൽ ആദ്യം ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ജസ്പ്രീത് ബുംറയുടെ പേര് അതിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിനുശേഷം ഫിറ്റ്നസ് വീണ്ടെടുത്തു എന്ന് ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്നാണ് ബുംറ പരിശീലനത്തിനായി എത്തിയത്. എന്നാൽ പരിശീലനത്തിനിടയിൽ നടുവിനുണ്ടായ സാരമായ വേദനയെ തുടർന്ന് താരം പിന്മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുഹമ്മദ് ഷമിക്കൊപ്പം ആരിറങ്ങും എന്നുള്ളത് ഏറെ ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ വാഷിംഗ്ടൺ സുന്ദറും അക്സർ പട്ടേലും പ്ലേയിങ് ലെവലിൽ കയറാനുള്ള സാധ്യത ഏറെയാണ്. അത് മാത്രമല്ല ഇവരെ കൂടാതെയുള്ള പേസ് ബൗളർ മുഹമ്മദ് സിറാജ്, അർഷദീപ് സിംഗ്, ഉമ്രാൻ മാലിക് എന്നിവരിൽ 2 പേരാകും ഇന്ന് ഇറങ്ങുക. സ്കോറിലെ ഏക ഇടംകൈയൻ പേസറാണ് അർഷദീപ് സിംഗ്. അതിനാൽ അർഷദീപ് സിംഗിനും സാധ്യത ഏറെയാണ്. അതുപോലെ തന്നെ രണ്ടാം മത്സരം 3 ഏകദിന പരമ്പരയിൽ രണ്ടാം മത്സരം 12-ാം തീയതിയും മൂന്നാമത്തെ മത്സരം 15-ാം തീയതിയുമായി നടക്കും. അവസാന മത്സരം നടക്കുന്നത് തിരുവനന്തപുരത്തെ കാര്യവട്ടം സ്റ്റേഡിയത്തിലായിരിക്കും. ഗീസ് നൽകിയത് ശരണ്യാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും.